എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം. തമ്മിലിൽ കണ്ടത് ശരി തന്നെയാണ്. വിദ്യാർത്ഥികൾക്ക് പണി കിട്ടി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ. ഏത് വിദ്യാർത്ഥികൾക്കൊക്കെയാണ് പണി കിട്ടിയത്, ആരെയൊക്കെയാണ് ഇത് ബാധിക്കുക എന്നുള്ള വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം. ആദ്യമായി ടീച്ചറിൽ കാണുന്ന വിദ്യാർത്ഥിനികൾ തീർച്ചയായും പഠിക്കേണ്ട മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബെല്ലേക്കുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ പ്രധാനമറിയുന്ന ഒരു അറിയിപ്പിലേക്ക് തന്നെ നടക്കാം. നമ്മൾ തമ്മിലിട്ട് ശരിയാണ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾക്ക് പണി കിട്ടി. നമുക്ക് തന്നെ പറയാം. നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ വരുന്നതെന്ന് പറയുന്നത് 2020 അഡ്മിഷൻ വിദ്യാർത്ഥികളെയാണ്. കഴിഞ്ഞ ഒരു വർഷമായി നമ്മൾ പറയുന്നു 2020 അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ അവസാന ചാൻസാണ്. ആ അവസാന ചാൻസും എന്തിരിക്കുകയാണ്, കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഞങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റില്ലേ എന്ന് ചോദിക്കുന്ന വിദ്യാർത്ഥികളോട് പറയുന്നത്, ഇനി നിങ്ങൾക്ക് ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 1ാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ രജിസ്ട്രേഷൻ ക്രമങ്ങൾ ഒരു 2 മാസം മുമ്പേ കഴിഞ്ഞതാണ്. എന്നാൽ 1ാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എന്ന് മുതൽ ആരംഭിക്കും എന്നതുമായി ബന്ധപ്പെട്ട് ഇതുവരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒരു വിശദീകരണം നൽകിയിട്ടില്ല. രജിസ്ട്രേഷനൊക്കെ ഓൾറെഡി കഴിഞ്ഞതാണ്, പക്ഷേ പരീക്ഷ എന്നാരംഭിക്കുമെന്നതുമായി ബന്ധപ്പെട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇതുവരെ ഒരു വിശദീകരണം നൽകിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ മോസ്റ്റ് പ്രോബബ്ലി പറഞ്ഞാൽ ആ പരീക്ഷ മിക്കവാറും ജനുവരിയിൽ നടക്കാനാണ് ചാൻസ്. 1ാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ. ആ പരീക്ഷ എന്ത് ചെയ്യാൻ സാധിക്കും, 2020 അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് എഴുതാൻ സാധിക്കും. എന്നാൽ ഈ വരാൻ പോകുന്ന മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ 2026 മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നടക്കാൻ പോകുന്ന 2, 4, 6 ഈവൻ സെമസ്റ്റർ പരീക്ഷകൾ 2020 അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് എഴുതാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോസ്റ്റ് പ്രോബബ്ലി പറഞ്ഞാൽ നോ എന്ന് തന്നെയാണ് ആൻസർ. കാരണം ഒരു വിദ്യാർത്ഥി ഏതൊരു വർഷമാണോ ഡിഗ്രി എന്ന പ്രോഗ്രാമിൽ പ്രവേശനം നേടുന്നത്, ആ വർഷം മുതൽ 5 to 6 years ആണ് ആ ഡിഗ്രി എന്ന പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാനുള്ള വാലിഡിറ്റി പീരീഡ് എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ പറയുമായിരുന്നു 2019 അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ അവസാന ചാൻസാണ്. ഇപ്പോൾ ഈ ഒരു വർഷമായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് 2020 അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ അവസാന ചാൻസാണ്. ഈ ജനുവരി മാസം നടക്കാൻ പോകുന്ന 1ാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ നിങ്ങൾക്ക് എഴുതാം. കാരണം അതിൻ്റെ രജിസ്ട്രേഷൻ നടപടികൾ കഴിഞ്ഞതല്ലാതെ പരീക്ഷ എന്ന് തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നൽകിയിട്ടില്ല. തീർച്ചയായും അത് റിലേറ്റ് ചെയ്യുന്ന അപ്ഡേറ്റ് വരുമ്പോൾ നിങ്ങളെ അറിയിക്കും. അത് അല്ലാതെ ഇനി വരാൻ പോകുന്ന 2, 4, 6 റെഗുലർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷകൾ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കില്ല. അപ്പോൾ 2020 അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് ഇനി പരീക്ഷ എഴുതാൻ സാധിക്കില്ലേ എന്ന് ചോദിക്കുന്നവരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റും. പക്ഷേ യൂണിവേഴ്സിറ്റി കോൾ ഫോർ ചെയ്യുന്ന 1 ടൈം റെഗുലർ സപ്ലിമെൻ്ററി എക്സാമിനേഷനും അതുപോലെ തന്നെ സ്പെഷ്യൽ സപ്ലിമെൻ്ററി എക്സാമിനേഷനും വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. എത്ര നാൾ വെയിറ്റ് ചെയ്യേണ്ടി വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മോസ്റ്റ് പ്രോബബ്ലി നമുക്ക് കറക്റ്റ് പറയാൻ സാധിക്കില്ല. ഒരുപാട് വിദ്യാർത്ഥികളുടെ റിക്വസ്റ്റ് പോകുന്ന പോലെ ഇരിക്കും. നിലവിൽ 2016 അഡ്മിഷൻ വരെയുള്ള വിദ്യാർത്ഥികളുടെ പരീക്ഷയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിലവിൽ ഇപ്പോൾ കോൾ ഫോർ ചെയ്യുന്നത്. ഇപ്പോൾ നിലവിൽ 1 ടൈം റെഗുലർ സപ്ലിമെൻ്ററി എക്സാമിനേഷൻ വിളിച്ചത് 2016 വരെയുള്ള പരീക്ഷകളാണ്. 2017 വിളിക്കാൻ കിടക്കുന്നു, 2018 വിളിക്കാൻ കിടപ്പുണ്ട്, 2019 വിളിക്കാനുണ്ട്, 2020 വിളിക്കാനുണ്ട്. അപ്പോൾ 2020 അവസാന ചാൻസാണ്. അപ്പോൾ ഇനി 2020 അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് ഇനി എന്നായിരിക്കും പരീക്ഷ എഴുതാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നിലവിൽ 2016 വരെയാണ് വിളിച്ചിരിക്കുന്നത്. 2017, 18, 19 ഈ 3 വർഷ അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ പരീക്ഷകളും പെൻഡിങ് ഉണ്ട്. ഈ പരീക്ഷകൾ വിളിച്ചതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ, 2020 അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ പരീക്ഷ വിളിക്കുള്ളൂ. ചിലപ്പോൾ 2017, 18, 19, 20 ഒന്നിച്ച് വിളിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ നല്ല തോതിൽ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ അപ്ഡേറ്റുകൾ വരും മുറയ്ക്ക് നിങ്ങളിലേക്ക് അറിയിക്കും. തീർച്ചയായും കൂടുതൽ അപ്ഡേറ്റുകൾ വരുന്ന മുറയ്ക്ക് അത് കാണാതെ പോകാതിരിക്കാനും വേണ്ടി, നിങ്ങളുടെ അപ്ഡേറ്റുകൾ വരുമ്പോൾ കൃത്യമായി അറിയാനും വേണ്ടി തീർച്ചയായും ഇപ്പോൾ തന്നെ ചാനൽ ഫോളോ ചെയ്ത് വെക്കുക. അപ്പോൾ പുതിയ കാണുന്നവരെ മൈ നെയിം ഈസ് ഫൗണ്ടർ കരിയർ ഗൈഡ്. താങ്ക് യു ഫോർ വാച്ചിങ്.